നമസ്കാരം. പിണറായിയുടെ ഭരണം മാറി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ ജനപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതോടെ വഴിവിട്ട തീരുമാനങ്ങൾ എടുക്കാനും ഭക്തരുടെ പണം തട്ടാൻ നോക്കുന്ന മുതലെടുപ്പുകാരെ കൃത്യമായി മാറ്റി നിർത്താനും അധികൃതർ പഠിച്ചു കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് കോടാനുകോടി രൂപയുടെ ഭക്തരുടെ കാശ് മുടക്കി പമ്പയിൽ വൻ ദൂർത്തോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭക്തരുടെ കാണിക്കപ്പണം ഉപയോഗിച്ച് സ്വന്തക്കാർക്കും പാർട്ടി സൊസൈറ്റികൾക്കും കോടികൾ വെട്ടിക്കാൻ നോക്കിയ മുൻ സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് പുതിയ ബോർഡ് തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്ന എല്ലാവിധ വിവാദങ്ങളും വരും കാലങ്ങളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ മുൻകരുതലുകൾ ഈ തീർത്ഥാടന കാലം മുതൽ തന്നെ ഔദ്യോഗികമായി സ്വീകരിച്ചു തുടങ്ങിയതായും പ്രസിഡന്റ് കെ ജയകുമാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സമരത്തിന്റെയും നിർമ്മാണങ്ങളുടെയും ചുമതലയുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെയും സ്വന്തം ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇനിയും കുറച്ചു പണം ബോർഡ് നൽകാനുണ്ടെന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ മുൻ സർക്കാർ കാണിച്ച മുതലെടുപ്പുകളുടെ പേരിൽ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും ഇതിനായി അനുവദിക്കില്ലെന്ന് കെ ജയകുമാർ തുറന്നടിച്ചിരിക്കുകയാണ്. സ്പോൺസർഷിപ്പ് വകയിൽ മുൻപ് കിട്ടിയ കുറച്ചു തുക കൂടി മാത്രമേ ഇനി ആകെ മൊത്തം കൊടുക്കാനുള്ളൂ. അതല്ലാതെ ഭക്തരുടെ പണം ഊരാളുങ്കലിന് വെറുതെ കൊടുക്കാൻ പുതിയ ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. ഈ വലിയ തീരുമാനങ്ങളിലൂടെ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തെ അനാവശ്യ ചെലവുകൾക്കാണ് പുതിയ ഭരണ സംവിധാനം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തരുടെ പണം എങ്ങനെയെല്ലാം ദൂർത്തടിക്കാമെന്ന് നോക്കിയിരിക്കുന്ന മുതലെടുപ്പുകാരെ പൂർണ്ണമായും പുറത്തു നിർത്താൻ പുതിയ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ പമ്പയിൽ കോടികൾ മുക്കി നടത്തിയ ഈ അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഭക്തർക്ക് വേണ്ടി ആയിരുന്നില്ല. മറിച്ച് ഊരാളുങ്കൽ പോലെയുള്ള സ്വന്തം പാർട്ടി സൊസൈറ്റികൾക്ക് കോടികളുടെ നിർമ്മാണ കരാറുകൾ വഴിവിട്ട് നൽകി പണം തട്ടാനുള്ള കമ്മീഷൻ അടിക്കൽ മാത്രമായിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പകരം പമ്പയിൽ മേളകൾ നടത്തി കോടികൾ പാഴാക്കുകയായിരുന്നു മുൻ സർക്കാർ. എന്നാൽ ഇപ്പോൾ ഭരണം മാറിയതോടെ കഥയും മാറുകയാണ്. പ്രകൃതിയെയും ഭക്തരെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് സുതാര്യമായ ഭരണം കാഴ്ചവെക്കാനാണ് പുതിയ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനം സുഗമമാക്കാനും വിവാദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനുമുള്ള ശാസ്ത്രീയമായ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചുരുക്കത്തിൽ ഭക്തരുടെ കാശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വന്തക്കാർക്ക് വിഴുങ്ങാൻ പാകത്തിൽ തയ്യാറാക്കിയ എല്ലാ അഴിമതി പദ്ധതികളും വെട്ടിനിരത്തി മുതലെടുപ്പുകാരെ മാറ്റി നിർത്തി ശബരിമലയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കെ ജയകുമാറിന്റെ ഈ തീരുമാനങ്ങൾ കേരളത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാകും. ഭക്തരുടെ പണം ഭക്തർക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് അഴിമതിരഹിതവും സുതാര്യവുമായ ദേവസ്വം ഭരണം ഉറപ്പാക്കാൻ പുതിയ സർക്കാർ വേണ്ട നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്.